കർത്താവിലെ ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, 1977 ആരംഭിച്ച ക്രിസ്തുദാസി സമൂഹത്തിൻ്റെ യാത്ര അതിൻ്റെ 50ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അടുത്ത വർഷം ഈ സമയത്ത് ഈ 50 വർഷം പൂർത്തിയാക്കുന്ന ആഘോഷങ്ങളും ആചരണങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ 50ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവകൃപയും സന്തോഷവും സമാധാനവും എല്ലാം ആശംസിക്കുന്നു. ആദ്യം മുതലേ ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നവർ തീർച്ചയായിട്ടും ഈ 50 വർഷങ്ങളിലെ യാത്രയിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. ഇതിൻ്റെ വളർച്ചയും തളർച്ചയും എല്ലാം കണ്ടറിഞ്ഞവരാണ്. ഇതിൻ്റെ നന്മയും തിന്മയും ഉയർച്ചയും താഴ്ചയും എല്ലാം കണ്ടറിഞ്ഞവരാണ്. സ്വാഭാവികമായിട്ടും പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നീടുള്ളവർ കാണുന്നത്. അതുകൊണ്ട് ഈ ഏറ്റവും അവസാനത്തെ തലമുറയിൽ നിൽക്കുന്നത് വരെയുള്ളവർക്കുള്ള അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. ഈ 50ാം വർഷം, ഈ കഴിഞ്ഞ 50 വർഷത്തെ അനുഭവങ്ങൾ ഓരോ ബാച്ചുകാരും പങ്കുവയ്ക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതൊരു വലിയ യാത്രയുടെ അനുഭവമാണ്. ഈജിപ്തിൽ നിന്ന് നമ്മൾ കനാൻ ദേശത്തേക്ക് പോകുന്നത് പോലെയുള്ള ഒരു യാത്ര. ഈ തരുണത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ യാത്രയിൽ അനുഗമിച്ച കുറേയധികം പേരുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ടയാൾ നമുക്കറിയാം, അത് അഭിവന്യ തൊങ്കുഴിപ്പിതാവ് തന്നെയാണ്. അദ്ദേഹം 1973 മെയ് മാസം 1-ാം തീയതി ഈ രൂപതയുടെ ഉദ്ഘാടന വേളയിൽ ഇതിൻ്റെ മെത്രാനായി ചാർജ് എടുത്തു. ഞങ്ങളുടെ റെക്ടറച്ചനായിരുന്നു അദ്ദേഹം. അങ്ങനെ ചാർജ് എടുത്ത് ഏതാണ്ട് ഒരു 4 വർഷം കഴിയുമ്പോഴാണ് ഈ രൂപതയുടെ ചില ആവശ്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമാകുന്നത്. ആ ബോധ്യത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ രൂപതയിലെ ആലോചന സമിതിയുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ചില കാര്യങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമൂഹം ഇങ്ങനെ ഉണ്ടായത്. അതേക്കുറിച്ച് അദ്ദേഹം 1977 മാർച്ച് 20-ാം തീയതി ഈ രൂപതയിലെ അന്നത്തെ ചെറിയൊരു വൈദിക സമൂഹമാണ്, അവർക്ക് എഴുതിയൊരു കത്തുണ്ട്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട്. ചിലരെങ്കിലും നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാറുമുണ്ട്. അത് കേൾക്കാത്തവരുടെ അല്ലെ കാണാത്തവരുടെ വായിക്കാത്തവരുടെ അറിവിലേക്ക് ഞാനതൊന്ന് വായിക്കുകയാണ്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ദൈവവിളി കൊണ്ട് അനുഗ്രഹീതമായ നമ്മുടെ സഭയിൽ വേണ്ട യോഗ്യതകളെല്ലാമുള്ള ചില പെൺകുട്ടികൾ സാമ്പത്തികമായ പരാധീനത മൂലം ആ വിളി സ്വീകരിക്കാൻ കഴിയാതെ ജീവിക്കേണ്ടി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിന് കഴിവുള്ളിടത്തോളം പരിഹാരം കാണാനുള്ള മാർഗങ്ങളെക്കുറിച്ച് രൂപത ആലോചനാ സമിതിയുമായി ആലോചിച്ചതിൻ്റെ ഫലമായി നമ്മുടെ രൂപതയിൽ പുതിയൊരു സമൂഹത്തിന് രൂപം നൽകുക ആവശ്യമാണ് തീരുമാനിച്ചു. നമ്മുടെ ഇടയിൽ അനേകം സന്യാസികൾ അധ്യാപകരുടേതും രോഗീ ശുശ്രൂഷയുടേതുമായ അതുപോലെ ചില സാങ്കേതിക വിദഗ്ധരുടേതുമായ ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് സേവനമനുഷ്ഠിക്കുന്നു. അവരുടെ സേവനത്തെ നമ്മൾ നന്ദിയോടെ സ്മരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവരോടൊപ്പം കുടിയേറ്റ കർഷകരായ നമ്മുടെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിന് ജീവിത മാതൃക കൊണ്ട് മഹത്വം കൽപ്പിക്കുകയും അവരെ പോലെ ലളിതമായ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ ദൈവജനത്തിന് വളരെയേറെ പ്രചോദനം നൽകുമെന്നത് തീർച്ചയാണ്. നമ്മൾ വിഭാവനം ചെയ്യുന്ന പുതിയ സമൂഹം ഇങ്ങനെയുള്ള ഒന്നായിരിക്കും. ഇടവകയുടെ ഒരു ഭാഗമായി കണ്ട് ഇടവക ജീവിതത്തിലേക്ക് ഇറങ്ങി ദൈവജനമാകുന്ന മാവിനെ പുളിപ്പിക്കുന്ന കുറേയായി പ്രവർത്തിക്കാൻ സജ്ജമാക്കപ്പെടുന്ന ഒരു സമൂഹമായിരിക്കും ഇത്. ഇടവകയുടെ ഒരു ഘടകമെന്ന നിലയിൽ സജീവമായ ഭാഗഭാഗിത്വം വഹിക്കുന്നതായിരിക്കും ഈ സമൂഹത്തിൻ്റെ പ്രത്യേക ലക്ഷ്യവും വരവും. ഈ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആത്മാർത്ഥമായ തീക്ഷ്ണതയും ആഗ്രഹവുമുള്ളവരും കർഷക ജനതയുടെ അധ്വാനവും ലളിത ജീവിതവും സ്നേഹിക്കുന്നവരും ആ ജീവിതത്തിന് പര്യാപ്തതയുള്ളതുമായ പെൺകുട്ടികളെ ഈ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുട്ടികളെ സ്വീകരിക്കുന്നതിൽ വ്യക്തിപരമായ യോഗ്യതകളല്ലാതെ സാമ്പത്തിക ശേഷി പരിഗണിക്കുന്നതല്ല. ഈ സമൂഹത്തിൽ ഒരംഗമാകുന്നതിന് മുമ്പ് 6 മാസത്തെ പരീക്ഷണ കാലഘട്ടമുണ്ടായിരിക്കും.
അപേക്ഷകർ ബഹുമാനപ്പെട്ട വികാരി അച്ഛനിൽ നിന്ന് ലഭിക്കുന്ന മാതൃകാ ഫോറത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ സ്വന്തം കൈപ്പിടയിൽ എഴുതി ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെ സാക്ഷ്യത്തോടുകൂടി അയച്ചു തരേണ്ടതാണ്. അപേക്ഷകൾ ഏപ്രിൽ 16-ാം തീയതിക്കകം ഇവിടെ എത്തിയിരിക്കണം. അപേക്ഷ അയക്കേണ്ട മേൽവിലാസം റവറൻ മദർ മേരി FCC, കെയർ ഓഫ് ബിഷപ്സ് ഹൗസ്, മാനന്തവാടി. ഏപ്രിൽ 25-ാം തീയതി 10:30 തോണിച്ചാൽ ക്ലാരമഠത്തിൽ വെച്ച് നടത്തുന്ന ഇൻ്റർവ്യൂവിന് ക്ഷണം ലഭിക്കുന്ന അപേക്ഷ യഥാസമയം അവിടെ എത്തിച്ചേരേണ്ടതാണ്. സ്നേഹാശംസകളോടെ ജേക്കബ് തൂങ്കുഴി, മാനന്തവാടി രൂപതയുടെ മെത്രാൻ, 20-3-77. തൂങ്കുഴി പിതാവ് ഇന്ന് നിങ്ങളോടിത് പറയുന്നതായിട്ട് കരുതിയാൽ മതി. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ അരൂപി നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം നമ്മളോട് നിരന്തരം സംസാരിക്കുന്നുമുണ്ട്. ഏതൊരു ചൈതന്യത്തിൽ ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിച്ചോ ആ ചൈതന്യത്തിനൊത്ത് ഈ സമൂഹം മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇതിനെ വളരെ സമർത്ഥമായിട്ട് നയിച്ച അതിൻ്റെ അധികാരികളെ ഓരോരുത്തരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഈ രൂപതയിൽ ഇതിൻ്റെ ആരംഭം മുതൽ വളരെയധികം കഷ്ടപ്പെട്ട ഇടവകളിൽ പ്രവർത്തിച്ച ധാരാളം സിസ്റ്റേഴ്സുണ്ട്. അവരെയൊക്കെ പ്രത്യേകിച്ച് ഓർക്കുന്നു. അതിലേറെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ 4 സഹോദരങ്ങൾ, അവരെയും നമുക്ക് ഓർക്കാം. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ തീർച്ചയായിട്ടും കൂടുതൽ പേര് നമ്മളിൽ നിന്ന് വേർപിരിയും. അതെല്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്, അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ. അതിനെ നമുക്ക് ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് സ്വീകരിക്കേണ്ടി വരും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ രൂപതയിൽ തീർച്ചയായിട്ടും ക്രിസ്തുദാസി സമൂഹത്തിൻ്റെ സാന്നിധ്യം ഏറെ അനുഗ്രഹീതമായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. കാരണം ആദ്യകാലത്ത് അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ്, ത്യാഗങ്ങളനുസരിച്ച് സേവനം ചെയ്തവരാണ്. ഇനിയും ഈ സമൂഹത്തിലേക്ക് ധാരാളം പേര് കടന്നു വരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനും പ്രാർത്ഥിക്കാനുമുള്ളത്. നമ്മൾ ഇന്നിവിടെ മാതാപിതാക്കളുടെ ദിനമായിട്ടാണ് പ്രത്യേകിച്ച് ഓർക്കുന്നത്. ഇങ്ങോട്ട് മക്കളെ പറഞ്ഞു വിട്ട മാതാപിതാക്കൾ, അവർ എന്ത് ചൈതന്യത്തോടു കൂടിയിട്ട്, എന്ത് ചിന്തയോട് കൂടിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു, അതേ രീതിയിൽ ഈ സമൂഹത്തിൽ ജീവിക്കാനായിട്ട് ആ മക്കൾക്ക്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങോട്ട് പറഞ്ഞു വിട്ട മാതാപിതാക്കൾ എല്ലാവരും ഇവിടെ കാണില്ല. ഉള്ളവരെയും ഇല്ലാത്തവരെയും എല്ലാം നന്ദിപൂർവ്വം ഓർക്കുകയും ദൈവസമക്ഷം സമർപ്പിക്കുകയും അതുപോലെ നിങ്ങളുടെ ആ ത്യാഗത്തിന് സമൃദ്ധമായിട്ടുള്ള പ്രത്യുപകാരം അല്ലെങ്കിൽ പ്രതിഫലം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കുടുംബത്തിലെ ജീവിതം, ക്രൈസ്തവ ജീവിതം, വിശ്വാസ ജീവിതം, അതാണ് ഇവരെ ഇങ്ങോട്ട് പോരാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വീട്ടിലെ സാഹചര്യങ്ങളാണ് കുട്ടികൾക്ക് കൂടുതലായിട്ട് വിശ്വാസ ചൈതന്യം കൊടുക്കുന്നതും സമർപ്പിത ജീവിതത്തിലേക്കും വൈദിക ജീവിതത്തിലേക്കും അതുപോലെ നല്ല വൈവാഹിക ജീവിതത്തിലേക്കുമൊക്കെ കടന്നു വരാനായിട്ട് പ്രേരണയാകുന്നത് നമ്മുടെ എല്ലാം അനുഭവം അതുതന്നെയാണ്. ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനേകം കുടുംബങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. ക്രിസ്തുദാസ സമൂഹത്തിൻ്റെ ഈ ശുശ്രൂഷയുടെ ഫലമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ അതിവിടെ മാത്രമല്ല എവിടെയായിരുന്നാലും ശക്തി പ്രാപിക്കട്ടെ, വിശ്വാസത്തിലെന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ ജൂബിലിയെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ 25-ാം അധ്യായം ലേവ്യരുടെ പുസ്തകമാണ് വായിച്ചത്. അവിടെ പറയുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങൾ ഈ ജൂബിലി വർഷം അത് ഒരു സാബത്താണ്. സാബത്ത് എന്ന് പറയുന്നത് എന്തിനാണെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം കൃത്യമായിട്ട് പറയും. ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഞാനാണ് നിങ്ങളെ പരിപാലിക്കുന്നത് എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ആ ദിവസം നിങ്ങൾ ജോലിയൊന്നും ചെയ്യരുത്, നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുക പോലും ചെയ്യരുത്. കാരണം ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, ഞാനാണ് നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നത്. മരുഭൂമിയിലൂടെ 42 വർഷം ഏകദേശം കടന്നുപോയപ്പോഴും അവർക്കെല്ലാം കിട്ടിയിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് എന്നും ഞാൻ തരുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർക്ക് യഹൂദന്മാർക്ക് 7 എന്നുള്ള സംഖ്യ വിശുദ്ധമായി തീർന്നു. പിന്നീട് അവർ ആ 7ൻ്റെ ഗുണിതങ്ങൾ വരുന്ന ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ അതിവിശുദ്ധമായിട്ട് ആചരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 7 വർഷങ്ങൾ കൂടുന്ന 49-ാമത്തെ വർഷം തീർന്നു കഴിയുമ്പോൾ 50-ാമത്തെ വർഷം അവരൊരു സാബത്തായിട്ട് ആചരിക്കുന്നത്. ആ വർഷം മാത്രമല്ല, അതിനു മുമ്പും പിമ്പുമുള്ള വർഷങ്ങളിലൊക്കെ അവർ വിശ്രമിക്കുകയല്ല ചെയ്യുന്നത്, വെറുതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടതുപോലെ ആ ദൈവവുമായിട്ട് ദൈവത്തിൽ നിന്ന് അവരകന്നു പോയിട്ടുണ്ടെങ്കിൽ തിരികെ വരാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടത്തുന്നത്. ദൈവവും മനുഷ്യനുമായിട്ട് രമ്യപ്പെടാനുള്ള ശ്രമമാണത്. അവിടെ പറയുന്നൊരു കാര്യം പ്രത്യേകിച്ച് ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദേശത്തേക്ക്, ഭവനങ്ങളിലേക്ക് തിരികെ പോകണം. എന്താ ഈ സ്വന്തം ഭവനങ്ങളിലേക്ക് തിരികെ പോകുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അത് മറ്റൊന്നുമല്ല, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്.
ആ ഛായയിൽ നിന്ന്, സാദൃശ്യത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ വേറൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരികെ അതിലേക്ക് വരണം. നമ്മൾ ഓരോരുത്തരും, വൈദികരും സന്യസ്തരും വൈവാഹിക ജീവിതത്തിലുള്ളവരുമൊക്കെ നമ്മൾ ഈ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ചില പ്രതിജ്ഞകളൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ എടുത്തിട്ടുണ്ട്, വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കിക്കൊണ്ട്. അപ്പോഴങ്ങനെയൊക്കെ അതിൽ നിന്ന്, ആ പ്രതിജ്ഞയിൽ നിന്നൊക്കെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. അതാണ് അവനവൻ്റെ സ്ഥലത്തേക്ക് മടങ്ങി വരണമെന്ന് പറയുന്നത്, സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വരണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സഹോദരരിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവാം. ഇന്ന് നിങ്ങൾ രണ്ടാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം ലേഖനത്തിൽ നിന്ന് വായിച്ചു കേട്ടത് സ്നേഹത്തെക്കുറിച്ചുള്ള വലിയൊരു ഗീതമാണത്. അവിടെ സ്നേഹമെന്നുള്ള വാക്കിന് പകരമായിട്ട് ഞാനെന്ന വാക്ക് വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. സ്നേഹം ഇങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല, അല്ല അങ്ങനെ ചെയ്യുന്നു എന്നതിന് പകരം ഞാനിങ്ങനെ ചെയ്യുന്നു, ഞാനിങ്ങനെ ചെയ്യുന്നില്ല എന്നൊന്ന് അത് കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആ ആഴം, അതിൻ്റെ അർത്ഥം എന്തെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. പൗലോസ് പറയുന്നത് ഓരോ ക്രൈസ്തവ വിശ്വാസിയും എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. ഇത് വിശ്വാസികൾ ഓരോരുത്തർ വ്യക്തിപരമായി മാത്രമല്ല, ഈ സഭയാകുന്ന വലിയ വിശ്വാസി സമൂഹമുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ ഈ സഭ അല്ലെങ്കിൽ ഈ സന്യസ്ത സമൂഹങ്ങളുണ്ട്. ഇവരെല്ലാം ഈ പറയുന്ന രീതിയിൽ എങ്ങനെ ഈ സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിക്കണം, അതിനർത്ഥം എല്ലാം വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ സഹിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. പൗലോസ് പറയുന്ന ആ ഓരോ വാക്കും എടുത്ത് ധ്യാനിച്ച് നോക്കുക. വളരെ വലിയ അർത്ഥം അതിൻ്റെ പിന്നിലുണ്ട്. ഞാനെന്നുള്ള വാക്ക്, എൻ്റെ സമൂഹം എന്നുള്ള വാക്ക്, എൻ്റെ ഇടവക എന്നുള്ള വാക്ക്, എൻ്റെ കുടുംബം എന്നുള്ള വാക്ക് അവിടെ ചേർത്തുകൊണ്ടത് വായിച്ചു കഴിയുമ്പോൾ, ധ്യാനിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്ന്. ഇതുപോലെ ഈ ക്രിസ്തുദാസ സമൂഹവും നമ്മുടെ രൂപതയുമൊക്കെ ആയിത്തീരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈശോയുടെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളാണ്, അല്ലെങ്കിൽ ഈശോയാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖകളാണ്, ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളാണ് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കുക. സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, ഒരു ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ അടുത്ത് വരുന്നു, ചോദിക്കുന്നു, ഞാൻ നിത്യജീവൻ അവകാശമാക്കാനായിട്ട് എന്ത് നന്മയാണ് ചെയ്യേണ്ടത്? അപ്പോൾ കർത്താവ് പറയുന്നു, നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്. യഹൂദൻ്റെ ചിന്തയിൽ ഒരു വ്യക്തിയെ മാത്രമേ നല്ലവനായി കണക്കാക്കാൻ പറ്റുകയുള്ളൂ, ദൈവം മാത്രമാണ്. അപ്പോഴങ്ങനെ ദൈവം മാത്രമാണ് യഥാർത്ഥത്തിൽ നല്ലവൻ ആയിട്ടുള്ളതെന്ന് കർത്താവ് പറയുകയാണ്. പിന്നീട് പറയുന്നു, നിനക്ക് ഈ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നീ പ്രമാണങ്ങളനുസരിക്കുക. പ്രമാണം കർത്താവ് പറഞ്ഞതൊന്നുമല്ല, അത് പഴയ നിയമത്തിൽ സിനായ് മലയിൽ ദൈവം കൊടുത്ത ആ ഉടമ്പടിയുടെ ഭാഗമാണ്. അപ്പോഴവൻ പറഞ്ഞതെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്, ഇനി എന്താണ് എനിക്ക് കുറവ്? കർത്താവ് പറഞ്ഞു, ഓക്കെ, നല്ല കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിനക്ക് പൂർണ്ണതയിലേക്ക് എത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതെന്താണ്? നിനക്ക് ഉള്ളതെല്ലാം വിറ്റിട്ട് നീ എൻ്റെ പിന്നാലെ വരിക, അപ്പോൾ നിനക്ക് പൂർണ്ണതയുണ്ടാകും. അങ്ങനെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ പോരെ, നിർബന്ധിക്കുന്നില്ല. പൂർണ്ണത എല്ലാവർക്കും ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെ എല്ലാവർക്കും സാധിക്കുകയുമില്ല. അതുകൊണ്ട് എൻ്റെ പിന്നാലെ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണം, അതുകൊണ്ട് നീ അത് ചെയ്യുക. അപ്പോൾ അവന് വളരെ സങ്കടം തോന്നി. കാരണം എന്താണ്? അവൻ്റെ വീട്ടിൽ അവന് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു. അതെല്ലാം വിൽക്കണമെന്ന് മാത്രമല്ല പറഞ്ഞത്, വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി നിനക്കതൊന്നും തിരിച്ചു കിട്ടരുത്. തിരിച്ചു കിട്ടുമെന്നുള്ള ചിന്തയോടുകൂടി കൊടുക്കാതിരിക്കുക. നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നന്ദി കിട്ടുമെന്നുള്ള ചിന്തയോടുകൂടി ചെയ്യാതിരിക്കുക, അല്ലെ പലിശയോടുകൂടി തിരിച്ചു തരുമെന്നുള്ള ചിന്തയോടുകൂടി ചെയ്യാതിരിക്കുക. അതാണ് ഇതിനർത്ഥം. അപ്പോൾ അവൻ സങ്കടപ്പെട്ടു പോയി. കാരണം അതൊന്നും ചെയ്യാൻ അവന് സാധ്യതയില്ലായിരുന്നു. ഇതിനീ നമുക്ക് സ്വത്ത് മാത്രമല്ല, നമ്മളുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് കിട്ടാനായിട്ട് ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങൾ. നമ്മളെ പുകഴ്ത്തി പറയണമെന്നായിരിക്കും, നമുക്ക് നന്ദി പറയണമെന്നായിരിക്കും, നമുക്ക് വലിയ സ്ഥാനം കിട്ടണമെന്നായിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കാണും. ഇതിനെല്ലാം വിൽക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ രീതിയിൽ പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് സാധിക്കുക. അങ്ങനെ അത് വിൽക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് തന്നെയാണ് പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരണമെന്നുണ്ടെങ്കിൽ, പൂർണ്ണത പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടായേ മതിയാകൂ. ഇത് വ്യക്തികളെ സംബന്ധിച്ച് മാത്രമല്ല, സമൂഹത്തെ സംബന്ധിച്ചും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. രൂപതയാണെങ്കിലും സമൂഹമാണെങ്കിലും സന്യാസ സഭയാണെങ്കിലും എല്ലാം ഇത് തന്നെയാണ്. നമുക്ക് ആ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ പിന്നാലെ പോകാൻ പറ്റിയ രീതിയിൽ നമ്മളിൽ നിന്നുള്ളതിനെല്ലാം അകറ്റിയേ മതിയാകും. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ പിന്നാലെ വരാൻ, എൻ്റെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് വേണം? നിങ്ങൾ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. പലപ്പോഴും ഈ കുരിശെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ചെല്ലാനാണെന്നാണ്. അത് കുരിശിനെ അവമാനിക്കുന്നത് വലിയ അങ്ങനെ പറയുന്നത്. കാരണം കർത്താവ് എടുത്തുകൊണ്ട് പോയത് കർത്താവിൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊന്നുമല്ല. ആ കുരിശ് തന്നെ യഥാർത്ഥത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്, അല്ലാതെ ഒരു കഷ്ടപ്പാടിൻ്റെ ഭാഗമായിട്ടല്ല. മാത്രമല്ല ഈശോടെ പറഞ്ഞതാണ്, നിങ്ങൾ കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം
നിങ്ങളിലുള്ള നിങ്ങളെ കൊന്നിട്ട് എന്നെക്കൊണ്ട് നിറയ്ക്കാൻ പറ്റിയ ആയുധമായിട്ട് വരാനായി പറയുന്നത്. കർത്താവ് മരിക്കാനായിട്ട് എടുത്ത ഉപകരണമാണ് കുരിശെന്ന് പറയുന്നത്. ഇതുപോലെ നമ്മളിലുള്ള അഹം, ഞാനെന്ന ഭാവം, അതിനെ കൊല്ലാനുള്ള ഉപകരണവുമായിട്ട് നിങ്ങൾ വരണം. നമ്മൾ ഈ കാട്ടിലൂടെയൊക്കെ കയറി പോകുന്നവർക്കറിയാം, ഒരു വാക്കത്തി കയ്യിൽ കാണും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് നടന്നു പോകുമ്പോൾ മുന്നിലുള്ള കാട്ടുചെടികളും ചിലപ്പോൾ കൂറുമുള്ളൊക്കെ ആയിരിക്കും, അതിനെയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് വഴിയുണ്ടാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മൾ ഈ ക്രൈസ്തവ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, വൈദിക ജീവിതത്തിൽ, കുടുംബജീവിതത്തിലൊക്കെ മുന്നേറുമ്പോൾ മുന്നേറാനായിട്ട് തടസ്സമായി നിൽക്കുന്ന, ഈശോയുടെ പിന്നാലെ പോകാൻ തടസ്സമായി നിൽക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈശോ എന്ന് പറയുന്ന വ്യക്തി നമ്മളിൽ നിന്നില്ലാതാകുന്നതാണ്. നമ്മളിൽ നമ്മളെക്കൊണ്ട് വെച്ച് നിറച്ചിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമുക്കുള്ള ആഗ്രഹങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുന്ന അവസ്ഥ, ഈ ആഗ്രഹങ്ങളെയെല്ലാം ഒന്ന് എടുത്തു കളയാൻ പറ്റിയ രീതിയിൽ, വെട്ടിമുറിച്ച് കളയാൻ പറ്റിയതിലുള്ള ഒരു ഉപകരണവുമായിട്ട് നീ എൻ്റെ പിന്നാലെ വരണം. ആ ഉപകരണം എന്ന് പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ വഴികൾ, വിശുദ്ധ വചനങ്ങൾ, ഇതെല്ലാമാണ്. അതുമായിട്ട് വരുമ്പോൾ മാത്രമേ നിനക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയുള്ളൂ. എൻ്റെ ശിഷ്യരായിരിക്കുന്നവർ ഇങ്ങനെ തന്നെ വേണം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ ശരീരരക്തങ്ങൾ നിങ്ങൾ ഭക്ഷിക്കണം, എങ്കിലേ നിത്യജീവൻ ഉണ്ടാവുകയുള്ളൂ. അത് പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞു, ഇത് പറ്റുന്ന കാര്യം വല്ലതുമാണോ? ഈ വചനം കഠിനമാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണ്? ഈശോ പറഞ്ഞതിൻ്റെ കാര്യം വളരെ നന്നായിട്ട് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. നമുക്ക് ഈശോയുടെ ശരീരരക്തങ്ങൾ, ഈ അപ്പവും വീഞ്ഞും, അത് കഴിക്കാൻ വലിയ മടിയൊന്നുമില്ലല്ലോ. ഈശോ പറഞ്ഞതാണ്, നിങ്ങൾ എൻ്റെ ശരീരരക്തങ്ങൾ കഴിക്കുമ്പോൾ എന്നെപ്പോലെ ആയിത്തീരണം, എന്നെപ്പോലെ ചിന്തിക്കാൻ കഴിയണം, പറയാൻ കഴിയണം, പ്രവർത്തിക്കാൻ കഴിയണം, പ്രതികരിക്കാൻ കഴിയണം. അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരായിരിക്കുക. പത്രോസും കൂട്ടരും അവരോട് ചെന്ന് ചോദിച്ചു, ഈശോ കുറേ പേര് വിട്ടുപോയി പറ്റിയാലെന്നും പറഞ്ഞ് അവരോട് ചെന്ന് ചോദിച്ചു, ഈശോ നിങ്ങളും അങ്ങനെ പോകാനൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ പോകാം, പക്ഷേ എൻ്റെ കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ജൂബിലി വർഷത്തിൽ, ഈ 50-ാമത്തെ വർഷത്തിൽ നടക്കുമ്പോൾ അവർക്ക് കർത്താവ് നമ്മളോട് ചിലതൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ആ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോഴേ യഥാർത്ഥമുള്ള ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ഈ ജൂബിലി ആചരണങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിൽ ചിലരുടെ ബന്ധുമിത്രങ്ങൾക്ക് ഇവിടെ, എൻ്റെ ഇടതുവശത്തും വലതുവശത്തുമൊക്കെ അച്ഛന്മാരിവിടെ ഉണ്ട്. അവരെയും പ്രത്യേകം ഓർക്കുകയാണ്. നിങ്ങളെല്ലാം നമ്മൾ ഒന്നിച്ചു ചേർന്ന് ഇപ്രകാരം കർത്താവിൻ്റെ ശിഷ്യഗണമായിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ്? അവസാനമായിട്ട് ഈ ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാൻ വേണ്ടിയിട്ട്, ഈ ലോകത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ഹൃദയപരമാർത്ഥയോട് കൂടിയിട്ട് വിധികൾ പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ പറയുന്നതാണ്. ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ ഇതാണ്: ഈ ഭൂമിയെ നമ്മൾ കീഴ്പ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ ദൈവത്തിൻ്റെ ജനമായി തീരണം. അതുപോലെ ദൈവം എങ്ങനെ ഈ ഭൂമിയെ ഭരിക്കാൻ ഉദ്ദേശിച്ചുവോ അതുപോലെ നമ്മളും ഭരിക്കണം. അതുപോലെ ദൈവം എങ്ങനെയാണോ വിധികൾ പ്രസ്താവിച്ചത് അതുപോലെ വിധികൾ പ്രസ്താവിക്കാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. ആ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആ ഉത്തരവാദിത്തത്തിൽ അല്പം അകന്നുപോയി വീണ്ടും ഒരിക്കൽ കൂടി അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ വന്നതും ആ ഈശോയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാക്കി നമ്മളെ ഓരോരുത്തരെയും മാറ്റി ഈ ലോകത്തെ മുഴുവൻ വീണ്ടും ഇതുപോലെ ദൈവത്തിൻ്റെ ആ രാജ്യമാക്കി മാറ്റാനും വേണ്ടിയിട്ട്, ദൈവരാജ്യത്തിലെ അംഗങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അത് ഈ ലോകത്തിൽ തന്നെ വേണം, പരലോകത്തിൽ മാത്രം പോരാ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിലാകട്ടെ. എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹ ആശംസകൾ നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ